രക്തസാക്ഷി ഫണ്ട് വിവാദത്തിന് പിന്നാലെ പയ്യന്നൂരിൽ CPM-ന് വിമത ഭീഷണി. TI മധുസൂദനെതിരെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിമത. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പയ്യന്നൂർ നഗരസഭയിൽ വിമതനായി ജയിച്ച C വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കുമെന്നും പാർട്ടിയുടെ പ്രകോപനമാണ് പ്രതികരിക്കാൻ നിർബന്ധിതരാക്കുന്നതെന്നുമാണ് C വൈശാഖ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ആദ്യം വൈശാഖിന്റെ പ്രതികരണം കേൾക്കാം. അതിലൊന്നും ഇപ്പോൾ മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ സമയത്തെ സ്ഥിതികളെ നോക്കിയിട്ട് ബാക്കി പ്രതികരിക്കാന്നല്ലേ പറയുന്നത്. പോരാട്ടം തുടരുമെന്നല്ല, തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നില്ലതാണ്. അതാണ് നിരന്തരം കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെ തെറ്റിനെതിരെ വിരച്ചുകൊണ്ടാൽ എന്തായാലും ഇവിടെ ഉണ്ടാകുന്നില്ല ഞാൻ പറയാനുള്ളത്. ഞാൻ പയ്യന്നൂരിനകത്ത് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട ആളാണ്. അത് പ്രാദേശിക നേതാക്കളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഞാൻ മത്സരത്തിലേക്ക് തയ്യാറായിട്ടുള്ളത്. ആ രീതിയിലെ പല പ്രയാസങ്ങളും പയ്യന്നൂർ പല പ്രദേശങ്ങൾക്കകത്തും നേതാക്കളിൽ നിന്നും സംഭവിക്കുന്നതിന് തെളിവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊതുവേ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇലക്ഷന് ശേഷം പ്രതികരിക്കാൻ ആവാത്ത ഒരാളായിരുന്നു. പക്ഷെ ദൃശ്യമൊക്കെ ഇങ്ങനെ പുറത്താക്കുന്ന സാഹചര്യം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടത്. തെറ്റ് ചെയ്തവർക്ക് നടപടിയെടുക്കുക, അല്ലെങ്കിൽ അത് തിരുത്താൻ വേണ്ടി തയ്യാറാവുക. അതിന് പാർട്ടി തയ്യാറാവുന്നില്ല എന്നില്ലാണ് ഇതിന് പ്രശ്നവും. അർജുൻ കല്യാണ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, പയ്യന്നൂരിലെ വിവാദങ്ങൾ അത് പാർട്ടിക്ക് എന്നും ഒരു തലവേദനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വൈശാഖൻ ജയിച്ചു കയറുന്നത്. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിമത മത്സരത്തിന് ഇറങ്ങുമ്പോൾ അതൊരു ഭീഷണിയാകുമോ CPM-ന്? ജയപരാജയത്തിനപ്പുറം നിലപാടുകൾ ഉറക്കെ പറയുക എന്നത് കൂടിയായിരിക്കും ഇവർ ലക്ഷ്യമിടുന്നത്, അല്ലേ? വിനീത, CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭീഷണിയാകുമോ ഈ വിമതർ എന്നതിനപ്പുറത്തേക്ക് കണ്ണൂർ പോലെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ കോട്ട, ആ പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ ശക്തിയുള്ള ഒരു സ്ഥലം അത് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ CPM-ന് വിമത ഭീഷണി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നു എന്നത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. സംസ്ഥാന തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട മത്സരമായി പയ്യന്നൂരിലെ മത്സരം ആ ഘട്ടത്തിൽ മാറുകയും ചെയ്യും. എന്തായാലും ഈ വിമതരായിട്ടുള്ള V കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ വൈശാഖ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ അസംതൃപ്തരായിട്ടുള്ള അകത്തുള്ളവരെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ വിമതരായിട്ടുള്ളവർ ആലോചിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ആലോചനകൾ നടക്കുമ്പോൾ C വൈശാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി പാർട്ടിക്ക് ഒരു ഭീഷണി ഉയർത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ആലോചന നടക്കുന്നത്. വൈശാഖ് ഈ പ്രതികരണത്തിൻ്റെ ഭാഗമായി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ CPM-ന്റെ വിമതനായി അവിടെ മത്സരിച്ചതിന് ശേഷം വൈശാഖ് അവിടെ നിന്നും ജയിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരസ്യ പ്രതികരണത്തിന് താൻ മുതിർന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ CPM-ന്റെ ഒരു സാംസ്കാരിക സംഘടനയായിട്ടുള്ള ദൃശ്യയിൽ നിന്നും ഒരു കാരണവുമില്ലാതെ തന്നെ പുറത്താക്കിയത് അതൊരു പ്രകോപനപരമായ നടപടിയാണ്. ഇത്തരം നീക്കങ്ങളുമായി തെറ്റുതിരുത്താതെ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ആ തീരുമാനത്തെ തിരുത്തിക്കുന്നതിന് തങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ള നിലപാട് വൈശാഖ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ വലിയൊരു ഭീഷണിയായി ഈ വിമതർ മാറും എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. വിനീത, ശരി. അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്.